നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ മോഡലിങ്ങിൻ്റെ നമ്മൾ ഈ പറഞ്ഞ ചെറിയ ചിലവിൽ മെച്ചപ്പെട്ട ആരോഗ്യം എന്ന ഒരു മോഡൽ അങ്ങനെ നിന്നതുകൊണ്ട് ആ മോഡലിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു ധാരണയിലാണ്. അതൊരു ഒരു ഒരു ഭയങ്കരമായിട്ടൊരു നല്ല കാര്യമാണല്ലോ, കുറഞ്ഞ ചിലവിൽ നല്ല ആരോഗ്യം കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അത് തീർച്ചയായും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. കുറഞ്ഞ ലെവൽ തന്നെയാണ് നമ്മളിപ്പോഴും സർക്കാർ ആശുപത്രിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അന്നത്തെ ജനത്തിൻ്റെ ഒരു പെർസെപ്ഷനും അവരുടെ ഈ ആശുപത്രികളെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ്, അവിടെ വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ അന്ന് വളരെ കുറവായിരുന്നു. അതായത് ഇന്നിപ്പോൾ ഭയങ്കര ഒരു വ്യത്യസ്തമായി മാറി. മാത്രമല്ല രോഗത്തിൻ്റെ കാര്യം തന്നെ അതും വ്യത്യസ്തമായി മാറി. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നടപടികളൊക്കെ നമ്മൾ എടുത്ത് താമസിച്ചാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു ആഘാതം നമ്മൾ ബെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നേരത്തെ തീരുമാനം എടുത്തിരുന്നെങ്കിൽ അത് ഫോർകാസ്റ്റ് ചെയ്യേണ്ടി വരും. മറ്റ് രാജ്യങ്ങളുടെ അനുഭവങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇത്രയും ജനസംഖ്യയുള്ള സ്ഥലത്ത് ഇതൊക്കെ വരാൻ പറ്റുമെന്നൊക്കെ ഫോർകാസ്റ്റിങ് അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ നിലവാരത്തിലുള്ള പ്ലാനിങ് സംവിധാനങ്ങളൊന്നും നമ്മളില്ല. ഇപ്പോൾ പല സ്ഥലത്തും അങ്ങനെ ഇതൊക്കെ ഇവോൾവ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെ ചരിത്രപരമായി വന്നതുകൊണ്ട് നടന്നു പോകുന്നതാണ്. പല സ്ഥലത്തും ഇത് ഫെയിലിയർസ് ആയിട്ടുണ്ട്. അമേരിക്കയിൽ ഇൻഷുറൻസ് ഫെയിലിയറാണ്. NHS ഇംഗ്ലണ്ടിൽ നല്ല സിസ്റ്റം ആണെങ്കിൽ പോലും അത് ഇതുപോലെ ഫെയിലിയറിൻ്റെ വക്കിലെത്തിക്കുകയാണ്. ഈ പറഞ്ഞ ഈ ചെലവ് കൂടി അത് സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത നിലവാരത്തിലെത്തുന്നു എന്നുള്ള മാത്രമല്ല, ചികിത്സയ്ക്ക് എമർജൻസിക്ക് പോലും ടൈം പീരീഡ് ഭയങ്കര കൂടുതലുണ്ടാവുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ എല്ലാം പെർഫെക്റ്റായിട്ട് നമ്മൾ നാട്ടിൽ നടക്കണമെന്ന് നമ്മളങ്ങനെ വാശി പിടിക്കാനൊന്നും കഴിയില്ല. കാരണം അത് ഈ പറയുന്ന ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു സംവിധാനമാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ അതിനകത്ത് വരുന്ന ഇങ്ങനെയുള്ള ആൾക്കാരോ ഒക്കെ വരാനുള്ള സാധ്യതയൊക്കെ പലപ്പോഴും കുറവായിരിക്കാം. അങ്ങനെ വന്നാൽ പോലും അത് നടപ്പിലാക്കാനുള്ള നമ്മളിപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ 5 വർഷവും ഇതേ പ്രശ്നങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ്. ഇപ്പോഴും വീണ്ടും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴും നമ്മളതൊരു ഭരിക്കുന്ന ആൾക്കാരുടെ പ്രശ്നമായിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ ഒരു സമൂഹം മൊത്തമായിട്ട് നടത്തുന്ന ഒരു മണ്ടത്തരത്തിൻ്റെ ഏർപ്പാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിനകത്ത് നമ്മളൊരു ഈ മാറ്റം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കൂടുതൽ സെസ് പിരിക്കണമെന്നോ അല്ലെങ്കിൽ കൂടുതൽ പണം കണ്ടെത്തണമെന്നോ തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഇന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും തരാൻ പോകുന്നില്ല. അപ്പോൾ ഇത് പൈസ വേണ്ടതാണ്. അതിൽ കുറച്ച് പൈസ നമ്മളിപ്പോൾ ചിലവാക്കുന്നതിൻ്റെ വളരെ കുറച്ച് പൈസ മതിയാകും എന്നുള്ളതും കറക്റ്റാണ്. പക്ഷേ ഈ പൈസ ചോദിക്കുമ്പോൾ എന്താ, നമുക്ക് ഈ പറയുന്ന ഭയങ്കര റെസിസ്റ്റൻസ്, നമുക്ക് ആ പൈസ കൊടുക്കാൻ ആ സമയത്ത് നമുക്ക് അല്ലാതെ അസുഖം വരുമ്പോൾ ഇത്രയും ചിലവാക്കും. എന്നാൽ അസുഖം വരാതെ ഇരിക്കുന്ന സമയത്ത് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെതിരെ നമ്മൾ പലപ്പോഴും ഒക്കെ നമ്മൾ സമരം ചെയ്യാനും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ അതിനെതിരെ പറ്റത്തില്ലെന്ന് പറയാനുള്ള ഒരു പക്ഷമെങ്കിലും പറയും. പിന്നെ അത് നീണ്ടു പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു പൊതുസമൂഹം എന്ന നിലയിൽ എടുക്കേണ്ട ഒരു നിലപാടാണ്. നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് പ്രതിപക്ഷവും കേരളത്തിലെ ഈ പറഞ്ഞ ഭരണപക്ഷവും എല്ലാ പക്ഷവും കൂടെ ചേർന്നിട്ട് നമ്മൾ യാഥാർത്ഥ്യം ഇതാണെന്നും അതിനൊരു പരിഹാരം കാണണമെന്നും ആ സൊല്യൂഷൻസ് എല്ലാവരും കൂടെ പറയട്ടെ, പൊതുജനങ്ങളടക്കം എല്ലാവരും പറയട്ടെ. അപ്പോൾ അതനുസരിച്ച് അതിനകത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ആർഗ്യുമെൻറ്റ് ശരിയാണെന്ന് കണക്കുകൾ തീർച്ചയായിട്ടും നോക്കി കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും. ഇല്ലെങ്കിൽ വേറെ പരിശോധന നടത്താം. പക്ഷേ അതിനനുസരിച്ചൊരു ലാർജ് സ്കെയിൽ ഷിഫ്റ്റ് ഈ ചെറിയ പരിപാടികൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ അല്ല. നമുക്കതൊരു പാരാഡിജിം ഷിഫ്റ്റ് ആവശ്യമാണ്. ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ക്രൈസിസ് എത്തിക്കഴിഞ്ഞു. ഇനി ഈ ക്രൈസിസ് മാനേജ് ചെയ്തുകൊണ്ട് ക്രൈസിസ് മാനേജ്മെൻറ്റ് മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വൻ സംവിധാനമായിട്ട് മാറുകയും ജനങ്ങൾക്ക് അവമതിപ്പും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുള്ള സ്ഥലമായിട്ട് മാറുകയും ചെയ്യും. അതിന് പരിഹാരം വാസ്തവത്തിൽ സമൂഹം മൊത്തമായിട്ട് ഈ പറഞ്ഞ ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇതെങ്ങനെ പരിഹരിക്കണമെന്നും, ആ പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യണം, മാനേജ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ മാനേജ്മെൻറ്റ് കൊണ്ടുവരണം, വേറെ എന്തൊക്കെ മാറ്റം ഉണ്ടാവണമെങ്കിൽ അതൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സമൂഹം മൊത്തമായി എടുക്കേണ്ട തീരുമാനം തീർച്ചയായിട്ടും ആ ഒരു മുഹൂർത്തം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.